അറിഞ്ഞായിരുന്നു അവിടെ കൊല്ലം സൈസിങ്ങിന്റെ ഓട്ടം കഴിഞ്ഞ് ആളെ ഇറക്കി പെട്ടെന്ന് തന്നെ അടുത്ത ഓട്ടം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് ഒരു കല്യാണ ഓട്ടമാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അശ്വിനൊപ്പം കൂടെ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആളെ എടുത്ത് ഒരു രാത്രി മൊത്തം പോണ്ടിച്ചേരി ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്തു. അശ്വിനാണെങ്കിൽ രാത്രി മുതലേ കട്ടയ്ക്ക് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ തൃച്ചിയിലെ ടോളിന്റെ അവിടെ എത്തിയപ്പോൾ ആൾക്കാർക്ക് ഫ്രഷ് ആവാനും ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ആൾക്കാർ മാത്രമല്ല നമ്മൾ ഓരോ തമിഴ് ചായ അങ്ങ് പാസ്സാക്കി. തമിഴ് ചായയുടെ പവർ കാരണമാണെന്ന് അറിഞ്ഞൂടോ നമ്മൾ പെട്ടെന്ന് തന്നെ പോണ്ടിച്ചേരി എത്തി. അവിടെ എത്തിയപ്പോഴാണ് ആ നഗ്നസത്യം നമ്മൾ അറിഞ്ഞത്. പോണ്ടിച്ചേരിയിലെ ഏതൊരു ഇൻഡസ്ട്രിക്കകത്ത് ചെറിയ വഴിയിൽ കൂടെയൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ നമ്മളെ ആ കല്യാണ മണ്ഡപത്തിലേക്ക് വിളിച്ചോണ്ട് പോയത്. അശ്വിനിരുന്ന് മാസ് ഡ്രൈവിംഗ് ആണെങ്കിലും ആ ഇൻഡസ്ട്രി ഏരിയയും അവിടുത്തെ വിജനതയും അവിടുത്തെ പുകക്കുഴലും എല്ലാം കണ്ടപ്പം അങ്ങനെ പേടിച്ചു എന്ന് മാത്രമല്ല അപ്പൂനെ കൂടെ പേടി. അങ്ങനെ നമ്മൾ കല്യാണ മണ്ഡപത്തിലെത്തി നമ്മുടെ സ്വന്തക്കാരെ കല്യാണം പോലെ നമ്മളെ കത്തേറെ ഫുഡും കഴിച്ച് അവിടെ ഇരുന്ന് കുറെ കുശലവും പറഞ്ഞ് നമ്മൾ നേരെ രാത്രി ഒറ്റ വിടക്ക് തിരിച്ച് നാട്ടിലേക്ക്. നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അശ്വിന് പ്രാന്താണ്. ഈ രാത്രി മൊത്തം ഓടിയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് രാവിലെ ടോളിന്റെ അടുത്ത് നിർത്തി കസേര ഇരുന്ന് ഇറങ്ങുന്ന അശ്വിനെയും അത് കണ്ട് ചിരിക്കുന്ന അപ്പൂനെയും അതിനടുത്ത് കിടക്കുന്ന വണ്ടിയാണ് നമ്മളിപ്പോൾ വിജൃംഭിച്ച് കാണുന്നത്. ഇവിടെ നിന്ന് ഓരോ ചായയും കുടിച്ചപ്പോൾ അശ്വിനും ഞാനും അപ്പൂ എല്ലാം ഫോമായി. പിന്നെ അങ്ങോട്ട് ചിരിയും കളിയും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് ഫുള്ള് ഫോമായിരുന്നു. അത് കണ്ടപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ പറയണേ കൂട്ടാ, നമുക്ക് എന്ത് ക്ഷീണം, ഇതൊക്കെയല്ലേ നമ്മുടെ ലഹരി. വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. നേരം പരപരാ വെളുത്ത് വന്നുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ക്യാബിൻ ഡ്രൈവ് ആസ്വദിച്ച് നമ്മൾ ഓരോ നുണക്കഥകളും പറഞ്ഞ് അങ്ങനെ പോയിരുന്നു. അപ്പോഴാണ് നമ്മൾ സിംഗം 2 ഷൂട്ട് ചെയ്ത ആ 2 മലക്കിടയിലുള്ള വഴി എത്തി. അവിടെ എത്തിയപ്പോൾ അപ്പൂന് ഈ സ്ഥലം കാണിച്ചു കൊടുത്ത അപ്പു ആദ്യമായിട്ട് കാണുമ്പോൾ നിൽക്കുന്നത് ഒരു തെറിച്ച് അപ്പൂനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണണമെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കൂ.